ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ വിശാഖ് വി എൻ്റർടൈൻമെൻറ്റ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെയുള്ളത് ഒരു കൊമേഴ്ഷ്യൽ വാഹനമാണ്. അപ്പോൾ നമ്മൾ സ്ഥിരം കണ്ടിന്യൂസ്ലി കാറിൻ്റെ വീഡിയോസാണ് ചെയ്യാറുള്ളത്. അപ്പം കൊമേഴ്ഷ്യൽ വാഹനത്തെക്കുറിച്ചും എല്ലാവർക്കും അറിയണമല്ലോ. കാര്യം ഈ ഒരു കാറ്റഗറി, അതായത് ഈ ഒരു വാഹനം എടുക്കാൻ നിൽക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. ബിസിനസ് ആവശ്യത്തിന് എടുക്കാനുള്ളവർ, അതേപോലെ ഇപ്പോൾ സ്റ്റാൻഡിൽ കിടന്ന് ഓടാനുള്ളവർ, അങ്ങനെ ഒരുപാട് പേര് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരിക്കലും ഒരു ആർഭാടത്തിനുള്ളൊരു വാഹനം. ഇപ്പോൾ കാർ എന്ന് പറയുമ്പോൾ നമുക്കൊരു ആവശ്യമൊന്നും വേണമെങ്കിൽ പറയാം, വേണമെങ്കിൽ ഒരു ആർഭാടമൊന്നും വേണം. ഇപ്പോൾ ആവശ്യമുള്ളവർ എടുക്കാറുണ്ട്, ആവശ്യമില്ലാത്തവരും എടുക്കാറുണ്ട്. പക്ഷേ ഈ ഒരു വാഹനം, ഈ ഒരു കൊമേഴ്ഷ്യൽ വാഹനങ്ങളിലേക്ക് വരുന്ന സമയത്ത് എപ്പോഴും ഒരു അനാവശ്യമായിട്ട് ആരും ഈ വാഹനങ്ങൾ എടുക്കാറ്, അതായത് ആർഭാടം കാണിക്കാനായിട്ട് ആരും എടുക്കാത്ത വാഹനങ്ങൾ, അതായത് ആവശ്യത്തിന് ഒരു തൊഴിലെന്ന് വേണമെങ്കിൽ പറയാം. നമുക്കൊരു സ്വയം തൊഴിലെന്ന് തന്നെ വേണമെങ്കിൽ ഈ ഒരു വാഹനം എടുക്കുന്ന കസ്റ്റമേഴ്സിന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ സ്റ്റാൻഡിൽ കിടന്ന് നിങ്ങൾക്ക് ഓടാനായിട്ട് പറ്റും, മീനിൻ്റെ ഓട്ടം നിങ്ങൾക്ക് ഓടാം, അങ്ങനെ പല പല രീതിയിലുള്ള ഓട്ടങ്ങൾ നിങ്ങൾക്ക് ഓടാം. അപ്പോൾ ഞാനിൻ്റെ പ്രൈസും കാര്യങ്ങളും ഞാനിപ്പോൾ പറഞ്ഞു തരാം. ഈ കിടക്കുന്നത് V50 AC വാഹനമാണ്. അതായത് ഇതിനകത്ത് ഒരുപാട് മോഡൽസ് ഉണ്ട്. ഈ ഒരു ഇൻട്രാ സീരീസ് തന്നെ V10 ഉണ്ട്, V20 ഉണ്ട്, V30 ഉണ്ട്, V50 ഉണ്ട്. ഈ ഒരു V50ക്ക് താഴോട്ടാണ് 10, 20, 30 ഇതെല്ലാം വരുന്നത്. ഈ V50ക്ക് മുകളിലായിട്ട് ഒരു വേരിയൻറ്റ് കൂടെ വരുന്നുള്ളൂ, V70 എന്നതാണ് വേരിയൻറ്റ് വരുന്നത്. ഇതിൻ്റെ ഒരു പേലോഡ് വരുന്നത് 1700 കിലോയാണ് പേലോഡ് നമുക്ക് പറയുന്നത്. കമ്പനി പറയുന്ന പേലോഡാണ് 1700 കിലോ. ഇപ്പോൾ 70ലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ കുറച്ചൊരു പേലോഡ് കൂടുതലാണ്, ഏകദേശം ഒരു 2 ടൺ, അതായത് 2000 കിലോ പേലോഡ് കമ്പനി പറയുന്നുണ്ട്. അതായത് അതാണ് 50യും 70യും തമ്മിലുള്ള വ്യത്യാസം. ഈ കിടക്കുന്നത് V50 AC ഗോൾഡാണ്. അപ്പോൾ ഗോൾഡ് അത് ചിന്തിക്കും എന്താണെന്നുള്ളത്. ഈ അടുത്ത കുറച്ച് നാളായി ഗോൾഡ് എന്നൊരു വേരിയൻറ്റ്, അതായത് പേര് ബ്രാൻഡിങ് ആ ഒരു ഇൻട്രാ സീരീസിൽ കൊടുത്തിട്ട് നമ്മൾ നേരത്തെ എയ്സിനകത്താണ് എയ്സ് ഗോൾഡ് എന്ന് പറയാറുള്ളത്. ഇതിൻ്റെ ഒരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ V50യിൽ തന്നെ ഗോൾഡും വരുന്നുണ്ട്, നോർമൽ V50 നമുക്ക് അവൈലബിൾ ആണ്. ഗോൾഡിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് 1700 കിലോയും നോർമൽ V50 ആണെങ്കിൽ 1500 കിലോയുമാണ് പേലോഡ്. അതേപോലെ തന്നെ നമുക്ക് ആ ഒരു ലോഡ് കൊണ്ട് ഡെക്ക്, ആ ഡെക്കിൻ്റെ വീതിയിലും ചെറിയ വ്യത്യാസം വരുന്നത്. ഗോൾഡ് ആണെന്നുള്ള ഏകദേശം എനിക്ക് 5.7 ആ ഒരു റേഞ്ചിൽ നമുക്ക് വീതി വരും. നോർമൽ വണ്ടിയാണെന്നുള്ള 5.3 ആ ഒരു റേഞ്ചിൽ. അപ്പോൾ ആ ഒരു വ്യത്യാസമാണ് വരും. അപ്പോൾ എനിക്കൊന്ന് V50 നോർമൽ വണ്ടി കിട്ടാൻ ഇച്ചിരി പാടാണ്. ഇപ്പോൾ നിലവിൽ നമുക്ക് ഗോൾഡാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിലേക്ക് വരുന്ന സമയത്ത് നോൺ AC ആണെങ്കിൽ 947 ആ ഒരു റേഞ്ചിൽ ഓൺ റോഡ് വരും. ഈ പ്രൈസ് എന്നുള്ളത് എല്ലാ മാസവും ഒരേപോലെയല്ല, വ്യത്യാസങ്ങളും കാര്യങ്ങളും വരും. ചിലപ്പോൾ ഈ ഒരു വീഡിയോ ഇന്ന് ഞാനിടുന്ന ഈ ഒരു മാർച്ച് 2025 ഇടുന്ന ഈ ഒരു വീഡിയോ ഒരു പക്ഷേ 2026 ആരെങ്കിലും കാണുന്നത്. അപ്പോൾ ആ സമയത്ത് ഓൾറെഡി പ്രൈസിനകത്ത് വ്യത്യാസം വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് ഞാൻ എന്നാണോ വീഡിയോ ഇട്ടത് എന്ന് കൂടി നോക്കുക. നിലവിൽ 947 ഓൺ റോഡ് വരുന്നുണ്ട്. അത്യാവശ്യം ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ചെയ്സ് വാഹനവും നമുക്ക് അവൈലബിൾ ആണ്. ഇതിപ്പോൾ നോർമലി ലോവർ ഡെക്ക് വരുന്ന വാഹനമാണ്. ഇതിൽ തന്നെ ചെയ്സ് വരുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ബോഡി ബിൽഡ് ചെയ്ത്, മീനിൻ്റെ ഫ്രീസർ ആ ടൈപ്പ് ബോഡി വേണമെങ്കിൽ ചെയ്യാം. അതല്ല ഫുഡ് കൊണ്ടുവന്ന പർപ്പസ് ആണെങ്കിൽ ആ ടൈപ്പ് ബോഡി നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. ഏത് ടൈപ്പ് ബോഡിയും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അത് കസ്റ്റമർ ചോയ്സ് ആണ് എന്ത് വേണമെന്നുള്ളത്. അപ്പോൾ ചെയ്സ് വാഹനവും നമുക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ തന്നെ AC വാഹനമാണ് നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു 947 നിന്ന് ഏകദേശം ഒരു 30 വരെ വ്യത്യാസം വരും. നോൺ AC ആണെങ്കിൽ എന്തുവാണ്, AC വരില്ല, സ്റ്റീരിയോ വരില്ല. അതേപോലെ ഈ ഒരു ബമ്പർ ബ്ലാക്ക് കളറും നമുക്കായിരിക്കും. വൈറ്റ് കളറും നമുക്ക് ഈ ഒരു വാഹനത്തിൽ നമുക്ക് അവൈലബിൾ ആണ്. എനിക്കിത് വൈറ്റ് ആണെങ്കിൽ കുറച്ച് പ്രൈസിനകത്ത് വ്യത്യാസം വരുന്നു. ഈ ഒരു കളറിലേക്ക് വരുന്ന സമയത്ത് ചെറിയൊരു പ്രൈസിനകത്ത് വ്യത്യാസം വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ പ്രൈസ് വൈറ്റ് കളറിൻ്റെതാണ്. വേറൊന്നുമില്ല, ബേസിക്കായിട്ട് പറയേണ്ട കാര്യങ്ങൾ വേറൊന്നുമില്ല തുടക്കത്തിൽ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രൈസാണ്. അതേപോലെ പേലോഡ് നമ്മൾ എത്രയാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്, 1700 കിലോ. അപ്പോൾ 1700 കിലോ പേലോഡ് വരുന്നൊരു വാഹനമാകുമ്പോൾ എങ്ങനെ പോയാലും നമുക്കൊരു 3.5-4 ടണ്ണ് കൺഫേം ആയിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. അത് ലീഗലി കൊണ്ടുപോകാൻ പറ്റുമെന്നല്ല, പോലീസ് പിടിച്ചാൽ പണിയാണ്. നമുക്കതല്ലാതെ കൊണ്ടുപോകാം, വിഷയങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. കാര്യം പേലോഡ് പറയുന്ന ലോഡ് ഒരിക്കലും ഒരു വാഹനത്തിൽ കൊണ്ടുപോകാൻ നമുക്ക് മുതലാവില്ല. അപ്പോൾ എല്ലാവരും അത്യാവശ്യം ലോഡ് കയറ്റി തന്നെയാണ് കൊണ്ടുപോകാറുള്ളത്. ഒരു 3.5-4 ടണ്ണോളം കംഫർട്ടായിട്ട് കൊണ്ടുപോകാം. പിന്നെ ഡിസൈൻ വൈസ് ഇനി തുടങ്ങാം. ഒരു ഇൻട്രാ സീരീസിൻ്റെ ഡിസൈൻ നമ്മൾ ഒരുപാട് കണ്ടു വന്നതാണ്. എന്നിരുന്നാലും ജസ്റ്റ് നമുക്കൊന്ന് പറഞ്ഞു പോകാം. ഒരു വണ്ടി ചെയ്യുന്ന അതിൻ്റെ ഒരു ഫോർമാലിറ്റി ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മളൊരു ഫ്രണ്ട് ലുക്ക് നോക്കുന്ന സമയത്ത് ഇത് ഞാൻ പറഞ്ഞത് AC മോഡൽ ആയതുകൊണ്ടാണ് ഈ ഒരു ബമ്പറൊക്കെ നമുക്ക് ബോഡി കളറിൽ തന്നെ കിട്ടുന്നത്. ഫോഗ് ലാമ്പില്ല, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് വെക്കാം. ഹെഡ്ലൈറ്റൊക്കെ നമുക്ക് നോർമലി ഹാലജൻ ടൈപ്പ് തന്നെയാണ് വരുന്നത്. ഈ ഒരു കൊമേഴ്ഷ്യൽ വെഹിക്കിളൊക്കെ അതൊക്കെ നമുക്ക് കിട്ടുകയുള്ളൂ. പ്രൊജക്ട് ടൈപ്പോ DRലോ ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. നോർമലി ഹാലജൻ ടൈപ്പും ആ ഒരു ടാറ്റയുടെ ലോഗോ സെൻട്രലായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു V50 AC എന്നൊരു ബ്രാൻഡിങ് വരുന്നുണ്ട്. നോൺ AC ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു AC ബ്രാൻഡിങ് കാണില്ല എന്നത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. ഇൻട്രാ പിക്കപ്പ് എന്നൊരു ബ്രാൻഡിങ് ആ ഒരു പോർഷനിലായിട്ടും ഉണ്ട്. വേറെ കാര്യങ്ങളൊന്നും നമുക്ക് പറയാനായിട്ട് അത്യാവശ്യം വലുപ്പം വരെ ബമ്പർ യൂണിറ്റും കാര്യങ്ങളൊക്കെയാണ് വാഹനത്തിൽ. നല്ല ഹൈറ്റും വരുന്നുണ്ട്. അതായത് നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ചെന്ന് ഇറങ്ങുന്ന ഇപ്പോൾ അത്യാവശ്യം കുത്തിനുള്ള സ്ഥലങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു ഭാഗം തട്ടുക അങ്ങനെയുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും, നല്ല ഹൈറ്റിലാണ് ഈ ഒരു വാഹനം നിൽക്കുന്നത്. ചെറിയൊരു ക്ലാഡിംഗ് ഒക്കെ താഴ്ഭാഗത്തായിട്ട് ബ്ലാക്ക് ക്ലാഡിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വേറെ ഒന്നുമില്ല. നമുക്ക് ഫ്രണ്ടിൽ പറയാനും വലിപ്പം വരെ ഒരു ഗ്ലാസ് ഏരിയയും കാണാം. സൈഡിലേക്ക് വരാം.
സൈഡിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഒരു വാഹനത്തിൻ്റെ ബോഡിയാണ്. ബോഡിയിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് 9.8 ഈ ഒരു ബോഡിയുടെ ലെങ്ത് വരുന്നത്. കാര്യം ഇത് ലോഡ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഒരു കസ്റ്റമർ എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ ഈ ഒരു ലോഡ് ബോഡി തന്നെയാണ്. 9.8 അടി നീളവും അതേപോലെ 5.7 ആ ഒരു റേഞ്ചിൽ വീതിയും വരുന്നുണ്ട്. അപ്പം നല്ല രീതിയിൽ ലോഡും കാര്യങ്ങളും നമുക്ക് കൊണ്ടുപോകാം. ഇത് ലോവർ ഡെക്ക് വാഹനമാണ്. ചേസസ് അവൈലബിൾ ആണ്. അതായത് കണ്ടെയ്നർ പണിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാഹനം അവൈലബിൾ ആണ്. അതിൻ്റെ എമൗണ്ട് എക്സ്ട്രാ ആയിരിക്കും. അതല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് കൊണ്ടുപോയി പണിയാം. ഇത് ഫ്രണ്ട് പോർഷൻ ടയർ സൈസിലേക്ക് വരുന്ന സമയത്ത് 215/75 R15 ആണ് ടയർ പ്രൊഫൈൽ. അത്യാവശ്യം വലുപ്പമേറിയ ടയർ തന്നെ വരുന്നുണ്ട്. ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക് അവൈലബിൾ ആണ്. അതേപോലെ 5 ബോൾട്ടും നൽകിയിട്ടുണ്ട് ആ ഒരു ടയറിൽ. അതായത് ചില കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട് എത്ര ബോൾട്ടാണ് വരുന്നത് എന്നുള്ളത്, 4 ആണോ 5 ആണോ എന്ന് എടുത്ത് ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് 5 ബോൾട്ട് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ ടയറാണ് യൂസ് ചെയ്തത്. ഹൈറ്റുള്ള വാഹനമായതുകൊണ്ട് ഒരു സൈഡ് സ്റ്റെപ്പ് ഉണ്ട്. അതായത് കയറുന്നതിന് വേണ്ടിയിട്ട് ഒരു സൈഡ് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. അകത്ത് ലോക്കാണ്. അകത്തേക്ക് കയറുന്ന സമയത്ത് കാണിച്ചു തരാം. വേറെ കാര്യങ്ങൾ നമുക്ക് സൈഡ് പ്രൊഫൈൽ പറയാനൊന്നുമില്ല. ഫ്രണ്ടിൽ വരുന്നത് 2 ലീഫാണ് നൽകിയിട്ട് പാരബോളിക്കാണ് ഫ്രണ്ടിലത്തെ സസ്പെൻഷൻ നമുക്ക് വരുന്നത്. റിയർ സൈഡിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഏകദേശം 10 ലീഫാണ് റിയർ സൈഡിൽ അവർ നൽകിയിട്ടുള്ളത്. അതായത് അത്യാവശ്യം ലോഡ് ക്യാരി ചെയ്ത് നല്ല രീതിയിലുള്ള ഹെവി ആയിട്ടുള്ള ലോഡ് തന്നെ നിങ്ങൾക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോൾ ഫ്രണ്ടിൽ പാരബോളിക് ആയതുകൊണ്ട് തന്നെ ഒരു ഗുണം എന്താണ്, നമുക്ക് യാത്രാസുഖം അത്രത്തോളം കിട്ടും. തെറുപ്പ് കുറയും. അതാണ് ഈ ഒരു പാരബോളിക് സസ്പെൻഷൻ്റെ ഒരു ബെനിഫിറ്റ് ആയിട്ട് എടുത്ത് പറയുന്നത്. ഒരുപാട് ചാട്ടം കുറയും. അങ്ങനെ അതൊക്കെ തന്നെയാണ് ആ ഒരു സസ്പെൻഷൻ്റെ ഒരു ബെനിഫിറ്റ്. പിന്നെ ഒരു കൊമേഴ്ഷ്യൽ വാഹനമാണ്. അത്യാവശ്യം കുതിപ്പും കാര്യങ്ങളൊക്കെ കാണും. എന്നിരുന്നാലും മറ്റുള്ള സസ്പെൻഷനെക്കാട്ടി കുറച്ചുകൂടി സ്മൂത്താണ് ഈ ഒരു പാരബോളിക് എന്ന സസ്പെൻഷൻ. ആ ഒരു ഗോൾഡ് എന്നൊരു ബ്രാൻഡിങ് ഇവിടെയായിട്ട് നൽകിയിട്ടുണ്ട്. അത്യാവശ്യം മിററിനും വലിപ്പം വരുന്നുണ്ട്. ഈ ഒരു 30 ഈ ഒരു ടൈപ്പ് മിറർ അല്ല കൊടുത്തിട്ടുള്ളത്, കുറച്ചുകൂടി ചെറുതാണ്. പക്ഷേ ഈ ഒരു 50 വന്ന സമയത്ത് കുറച്ചുകൂടി വലിപ്പമുള്ള മിററും അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേറെ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു സൈഡ് പോർഷൻ പറയാനായിട്ടൊന്നുമില്ല. ഇതൊരു ഡീസൽ വാഹനമാണ്. അതുകൊണ്ട് തന്നെ ഇതിനുള്ളിൽ നമുക്ക് ആഡബിൾ ടാങ്ക് ഈ ഒരു പോർഷനിലായിട്ട് ആഡബിൾ ടാങ്ക് നൽകിയിട്ടുണ്ട്. നിങ്ങൾക്കത് സർവീസ് സെൻ്ററിൽ നിന്ന് മാറ്റാം. അതല്ലെന്നുണ്ടെങ്കിൽ ഓതറൈസ്ഡ് ആയിട്ടുള്ള വർക്ക്ഷോപ്പുകളിൽ നിന്ന് നിങ്ങൾക്ക് മാറ്റാം. അതിനൊരു ഗേജ് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഗേജ് ത്രൂ നിങ്ങൾക്ക് അറിയാൻ പറ്റും ആഡബിൾ കുറയുന്നുണ്ടോ ഇല്ലെന്നുള്ളത് അറിയാൻ പറ്റും. അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്കത് വളരെ സിമ്പിളായിട്ട് തന്നെ നോക്കാവുന്നതാണ്. പിന്നെ ഹുക്കും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് സൈഡിലായിട്ട്. ഈ ഒരു ബോഡി തുറക്കാൻ പറ്റില്ല, സൈഡ് തുറക്കാൻ പറ്റില്ല. അത് രണ്ടാമത് കൊണ്ടുപോയി വേണം ചെയ്യാനായിട്ട്. ബാറ്ററി പാക്ക് ഈ ഒരു പോർഷനിലായിട്ടാണ് ആ ഒരു ബാറ്ററി പാക്ക് നൽകിയിട്ടുള്ളത്. വേറെ വൈപ്പറിൻ്റെ ഫ്ലൂയിഡ് ഒഴിക്കേണ്ടതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു പോർഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വേറെ കാര്യങ്ങളൊന്നുമില്ല ഇവിടെ നിന്ന് പറയാനായിട്ട്. നേരെ പുറകിലേക്ക് പോകാം. റിയർ സൈഡിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനായിട്ടൊന്നുമില്ല. ഇപ്പോൾ കാറ് പോലെ ഫീച്ചേഴ്സ് വരുന്നൊരു വാഹനമല്ല കൊമേഴ്ഷ്യൽ. എന്നാലും റിയർ പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട്. LED ടെയിൽ ലാമ്പ്. ഈ ഒരു LED ടെയിൽ ലാമ്പ് AC മോഡലാണ് കിട്ടുക. നോൺ AC ആണെങ്കിൽ ഹാലജൻ ടൈപ്പ് ആയിരിക്കും നമുക്ക് ടെയിൽ ലാമ്പ് യൂണിറ്റ് വരുന്നത്. ഈ ഒരു ബോഡി നമുക്ക് തുറക്കാനായിട്ട് പറ്റും. അതായത് ഈ ഒരു ഏറ്റവും പുറകിലത്തെ ഈ ഒരു ഡോർ മാത്രമേ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റൂ. സൈഡ് രണ്ടും ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്കത് രണ്ടാമത് കൊണ്ടുപോയി ചെയ്യേണ്ടതായിട്ട് വരും. ചിലർക്ക് അതിൻ്റെ ആവശ്യം വരാറില്ല. ചില ഓട്ടങ്ങൾക്ക് ബോഡി തുറക്കാതെ തന്നെ കൊണ്ട് നടക്കാനായിട്ട് പറ്റും. എന്നാൽ ഒരുവിധപ്പെട്ട ഓട്ടങ്ങൾക്കെല്ലാം തുറക്കാതെ പറ്റില്ല. എന്തായാലും നിങ്ങൾക്ക് ഇതിനകത്ത് കൊണ്ടുപോയി സൈഡിൽ കമ്പി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ സ്പെയർ ടയർ ഈ ഒരു പോർഷനിലായിട്ട് ഒരു സ്പെയർ ടയറും പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വേറെ കാര്യങ്ങളൊന്നുമില്ല നമുക്ക് ഈ ഒരു റിയർ പോർഷനിൽ പറയാനായിട്ട്. ഇൻട്രാ പിക്കപ്പ് എന്നുള്ളൊരു ബ്രാൻഡിങ് അവർ കൊടുത്തു. ടാറ്റയുടെ ഒരു ബ്രാൻഡിങ് കൂടി വരുന്നുണ്ട്. വേറെ ഒന്നും തന്നെ വരുന്നില്ല. ഇനി നമുക്ക് അകത്തേക്ക് വരാം. ഡോറ് ഏകദേശം ഒരു 90 ഡിഗ്രി വരെ ഓപ്പണിങ് നമുക്ക് അവൈലബിൾ ആണ്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. സ്റ്റോറേജ് സ്പേസ് ബോട്ടിൽ വെക്കാനായിട്ട് പറ്റും. അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണല്ലോ ബോട്ടിലൊക്കെ വെക്കേണ്ടത്. ഈ ഗ്ലാസ് ഒക്കെ നമുക്ക് മാനുവലി ചെയ്യണം. പവറിൻ്റെ ഒന്നും കിട്ടില്ല. അതൊക്കെ വേണമെങ്കിൽ എക്സ്ട്രാ ചെയ്യുക. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതിനകത്ത് ഒരുപാട് പൈസ കളേണ്ട കാര്യമില്ല. പിന്നെ കീ ഇതാണ് നമ്മുടെ കീ. വളരെ സിമ്പിൾ കീ ആണ്. പോക്കറ്റിൽ വളരെ സിമ്പിളായിട്ട് ഇട്ടേക്കാം. വെയിറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. കണ്ടോ, 2 കീ നൽകിയിട്ടുണ്ട് അവർ. ഇനി അകത്തേക്ക് കയറാം. അകത്തേക്ക് കയറുന്നതിന് ഞാൻ പറഞ്ഞതാണ് ഈ ഒരു സൈഡ് സ്റ്റെപ്പ്. അത് വളരെയധികം പ്രയോജനം ചെയ്യുന്നൊരു കാര്യമാണ്. കാര്യം അത്യാവശ്യം ഹൈറ്റ് വാഹനത്തിനുണ്ട്. പിന്നെ ഇതിൻ്റെ ടോപ്പ് സ്പീഡൊക്കെ വരുന്നത് 80 കിലോമീറ്ററാണ്. കൊമേഴ്ഷ്യൽ വാഹനങ്ങൾക്കെല്ലാം 80 കിലോമീറ്റർ തന്നെയാണ് ടോപ്പ് സ്പീഡ് വരുന്നത്. ഈ ഒരു സൈഡ് സ്റ്റെപ്പ് വളരെ ഉപകാരമാണ്. ഇവിടെ ഒരു ഗ്രാബ് ഹാൻഡിലും ഉണ്ട്. വളരെ കംഫർട്ടായിട്ട് നമുക്ക് പിടിച്ച് കയറാം. ഈ ഒരു സ്റ്റിയറിങ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും സാധിക്കില്ല. ആ ഒരു പൊസിഷൻ കറക്റ്റാണ്. നമ്മൾ ഇരിക്കുന്ന കറക്റ്റ് പൊസിഷനിൽ തന്നെ അത് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് 30 ആണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് വരാറുണ്ട്. ഇത് ഇലക്ട്രോണിക് അല്ല, ഇത് ഹൈഡ്രോളിക് ആണ്. പക്ഷെ കുഴപ്പമില്ല, അത്യാവശ്യം സ്മൂത്ത് തന്നെയാണ്. കണ്ടോ, നിർത്തിയെത്തിരിക്കുന്നതിനാണെങ്കിലും വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം സ്മൂത്ത് തന്നെയാണ് സ്റ്റിയറിംഗ് വീല് വരുന്നത്. സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. കണ്ട് ഈ ഒരു രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ റിക്ലൈനിങ് ഓപ്ഷൻ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 2 പൊസിഷനിലാണ് ഈ ഒരു സീറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുക. റിക്ലൈനിങ്ങും വരുന്നുണ്ട്. അതേപോലെ ഈ ഒരു ഫ്രണ്ടിലേക്കും പുറകിലേക്കും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്രയുമാണ് ഈ ഒരു പോർഷനിൽ പറയുന്നത്. പെഡൽസ് ഒക്കെ താണ്ടേ, ക്ലച്ച്, ബ്രേക്ക്, ആക്സിലേറ്റർ തുടങ്ങിയ പെഡൽസൊക്കെ നൽകിയിട്ടുണ്ട്. ഇവിടെയും ശകലം സ്പേസ് ഉണ്ട്. ഇത് പലരും പറയാത്തതാണ്. കാര്യം ഇവിടെ നമുക്കൊരു ബോട്ടിൽ സുഖമായിട്ട് നമുക്ക് വെക്കാനായിട്ട് പറ്റും. ബോട്ടിൽ അല്ലെങ്കിൽ ഫോൺ തുടങ്ങിയ കാര്യങ്ങൾ വെക്കാം. മാറ്റ് വാഹനം മേടിക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു മാറ്റ് കൊടുത്തിട്ടുണ്ട്. കേട്ടോ, ഇതിപ്പോൾ യാടി കിടക്കുന്ന വണ്ടിയാണ്. മാറ്റ് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഈ ഒരു ക്യാബിനുള്ളത്, ഇതൊരു വാക്ക് ത്രൂ ക്യാബിനാണ്. അതായത് ഈ ഒരു ഡ്രൈവർ സൈഡിലിരിക്കുന്ന ഒരു കസ്റ്റമർക്ക്
ഇപ്പോൾ നിങ്ങൾ ഈ ഒരു സൈഡ് കൊണ്ട് ചേർത്താണ് നിർത്തുന്നതെന്നുണ്ടെങ്കിലും സുഖമായിട്ട് ഈ ഒരു സൈഡിൽ ആ ഒരു സൈഡിലേക്ക് നിങ്ങൾക്ക് ഇറങ്ങാനായിട്ട് പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. വാക്ക് ത്രൂ ക്യാബിൻ എന്നാണ് നമ്മളിതിനെ പറയാറുള്ളത്. വളരെ സിമ്പിളായിട്ട് ഇറങ്ങിക്കൊണ്ട് പോകാം. സീറ്റ് നല്ല ഫ്ലാറ്റായിട്ടാണ് ചെയ്തേക്കുന്നത്. കണ്ടോ, സീറ്റ് നല്ല ഫ്ലാറ്റായിട്ട് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഒന്ന് കിടക്കണമെന്നുണ്ടെങ്കിൽ പറ്റും. ഹാൻഡ് ബ്രേക്ക് കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ കിടന്നു കഴിഞ്ഞാലും പ്രത്യേകിച്ച് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും വരില്ല. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ഒക്കെ ഫിക്സഡ് ആയിട്ടുള്ള ഹെഡ് റെസ്റ്റ് ഒക്കെ തന്നെയാണ് വരുന്നത്. 2 പേർക്കാണ് ഇരിക്കാൻ പറയുന്നത്. ഡ്രൈവർ +1 ആണ് പറയുന്നത്. പക്ഷേ വേണമെങ്കിൽ ഈ ഒരു സെൻട്രലായിട്ടും ഒരാൾക്ക് ഇരിക്കാം. ഒരു കുഷ്യൻ കൂടി ഇട്ടാൽ മതി. ഇതാണ് നമ്മുടെ ഡാഷ്ബോർഡ്. അപ്പം അത്യാവശ്യം പ്രീമിയം ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ ഫുള്ളി ഡാർക്കായിട്ടുള്ള കളർ തീമാണ് കൊടുത്തിട്ടുള്ളത്. കാരണം അത് ഇവിടെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമുക്ക് എക്കോ മോഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഒരു പോർഷനിലായിട്ട് എക്കോ മോഡ് കൊടുത്തിട്ടുണ്ട്. അത് വലിയ ലോഡോ കാര്യങ്ങളൊന്നും വാഹനത്തിൽ കൊണ്ടുപോകുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു എക്കോ മോഡ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതായത് ഈ എക്കോ മോഡ് ഓൺ ആക്കുമ്പോൾ ചെറിയൊരു പവർ ലോസ് നമുക്ക് ഫീൽ ചെയ്യും. ഒരു ഭയങ്കര പവർ നമുക്ക് ഫീൽ ചെയ്യില്ല. അത് ഫ്യൂല് കുറേ കത്തിപ്പോകില്ല. അത് തന്നെയാണ് എക്കോ മോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് അത് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യേണ്ട. അത് ഓരോരുത്തരുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സ്റ്റിയറിംഗ് ഒക്കെ അത്യാവശ്യം വലിപ്പമുള്ളത് തന്നെയാണ്. ക്ലസ്റ്റർ വന്നു കഴിഞ്ഞാൽ ഫുള്ളി ഡിജിറ്റലാണ് ഈ ഒരു വാഹനത്തിലെ ക്ലസ്റ്റർ യൂണിറ്റ് കമ്പനി നൽകിയിട്ടുള്ളത്. കണ്ടോ, ഫുള്ളി ഡിജിറ്റൽ ക്ലസ്റ്ററാണ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ല ഒരു ടെമ്പറേച്ചറിൻ്റെതാണ്. പിന്നെ ഡെഫിൻ്റെ ഒരു ഗേജ് കൂടി അവിടെ കാണിച്ചിട്ടുണ്ട്. ആ ഒരു ഫ്യൂൽ ഗേജിനോട് ചേർന്ന് ഒരു ഡെഫ് എന്നുള്ളത് കണ്ടോ, അതാണ് ഡെഫിൻ്റെ അത് കാണിച്ചിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം അത് എടുത്തു പറയേണ്ടത് ഈ ഒരു സ്റ്റീരിയോ. നമുക്ക് ഈ ഒരു AC വാഹനത്തിൽ ഈ ഒരു സ്റ്റീരിയോ നമുക്ക് അവൈലബിൾ ആണ്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വരുന്നതാണ്. ടാറ്റയുടെ ഒറിജിനൽ സ്റ്റീരിയോ തന്നെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു 30,000 അല്ലെങ്കിൽ 35,000 രൂപ അധികം കൊടുത്താൽ നിങ്ങൾക്ക് ഒരു AC യൂണിറ്റ് കിട്ടും, ഒരു സ്റ്റീരിയോ കിട്ടും. നേട്ടം തന്നെയാണ്. നിങ്ങൾക്ക് പുറത്തുനിന്ന് ഒരിക്കലും ആ ഒരു എമൗണ്ടിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. AC കൺട്രോൾസ് ഒക്കെ വരുന്നുണ്ട്. മാനുവലി വേണം ചെയ്യാം. ഒരു ചാർജിങ് സോക്കറ്റ് നൽകിയിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് ഇവിടെ ഉണ്ട്. ടോപ്പിലായിട്ട് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇവിടെയായിട്ട് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഗ്ലോ ബോക്സ് ഒക്കെ നമുക്ക് ക്ലോസ് ചെയ്ത് വെക്കാൻ പറ്റും. കൊമേഴ്ഷ്യൽ വാഹനം ആയതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ അവർ നൽകിയിട്ടുള്ളത്. അപ്പോൾ വേറെ കാര്യങ്ങളൊന്നും ഈ ഒരു ഡാഷ്ബോർഡിനെ കുറിച്ച് പറയാനായിട്ട് ഒന്നും തന്നെ വരുന്നില്ല. അത്യാവശ്യം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ടോപ്പിലായിട്ട് മിറർ അതേപോലെ ലൈറ്റ് കൂടി നൽകിയിട്ടുണ്ട്. LED എന്ന് പറയുന്നത് നോർമലി വരുന്ന ലൈറ്റ് യൂണിറ്റ് ആണ് നൽകിയത്. ഗ്ലാസ് ഏരിയയും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ഇൻട്രാ സീരീസിൻ്റെ, അതായത് ഈ ഒരു V50 ഗോൾഡ് AC-യുടെ വിശേഷങ്ങൾ. നല്ലൊരു വാഹനം തന്നെയാണ്. ഗിയർ ഷിഫ്റ്റ് ചെയ്യേണ്ട റേഷ്യോ ഒക്കെ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണെന്നുള്ളത് അതൊന്നും ആരും നോക്കി ഓടിക്കാറില്ല. അതൊക്കെ ഓരോരുത്തർ കംഫർട്ട് അനുസരിച്ച് വാഹനം ഓടിക്കുക. വേറെ കാര്യങ്ങളൊന്നുമില്ല ഈ ഒരു ഇതിനെക്കുറിച്ച് പറയാനായിട്ട്. അത്യാവശ്യം നീറ്റായിട്ടുള്ളൊരു വാഹനമാണ്. അത്യാവശ്യം ഫീച്ചേഴ്സ് ഉള്ളൊരു വാഹനമാണ്. മികച്ചൊരു വാഹനം കൂടിയാണ്. അപ്പോൾ ജസ്റ്റ് ഞാനിതൊന്ന് ഫ്രണ്ടിലേക്ക് ആക്കിയിട്ട് ആ ഒരു സ്റ്റിയറിംഗ് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ കുഴപ്പമില്ല. ഫസ്റ്റ് ഇടുക. അപ്പോൾ സ്റ്റിയറിംഗ് കണ്ടോ, സ്റ്റിയറിംഗ് ഓക്കെ ആണ്. കണ്ടോ, വളരെ കംഫർട്ടാണ്. നമുക്ക് തിരിക്കാനും ഒക്കെ പറ്റുന്നുണ്ട്. വാഹനം സ്റ്റാർട്ട് ചെയ്ത് ഓടിക്കുന്ന സമയത്ത് ഈ ഒരു ക്യാബിൻ നമുക്ക് വളരെ പെട്ടെന്ന് കൂളാവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തുകൊണ്ടെന്നാലും ചെറിയ ക്യാബിനില്ല, അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്നുണ്ട്. തിരിക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ. ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയതാണ്. യാളിൽ കിടക്കുന്ന വാഹനമാണ്. നമ്മൾ ട്രേഡോ കാര്യങ്ങളൊന്നും എടുത്തില്ല, അതുകൊണ്ട് വെളിയിലേക്ക് ഇറക്കാൻ നമുക്ക് പറ്റില്ല. ജസ്റ്റ് ഒന്ന് റിവേഴ്സ് എടുക്കുക. ഗിയർ ഷിഫ്റ്റിങ്ങിന് വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഗിയർ ഷിഫ്റ്റിംഗ് നടക്കുന്നുണ്ട്. വേറെ കാര്യങ്ങളൊന്നുമില്ല ഈ ഒരു വാഹനത്തെക്കുറിച്ച് പറയാനായിട്ട്. അതാണ് ഇവിടെ അത്യാവശ്യം വാഹനങ്ങളും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. വേറെ അത്യാവശ്യം വലിപ്പമേറിയ ഗ്ലാസ് ഏരിയയൊക്കെയാണ്. അത്യാവശ്യം വിസിബിളുമാണ്. അപ്പോൾ വേറെ ഒന്നുമില്ല പറയാം. ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതേപോലെ ഉപകാരപ്പെടുന്ന വീഡിയോ അടുത്തൊരു ദിവസം. അതിലെല്ലാ കൂട്ടുകാർക്കും ബൈ.